നാടകത്തിൽ നമ്മളേക്ക് പ്രവേശിക്കുന്നത് നമ്മളെ കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ള നിരന്തര ചർച്ചയിലൂടെയാണ്. അപ്പോൾ ഏത് വിഷയം തിരഞ്ഞെടുക്കണം എന്നുള്ള ചോദ്യത്തിൽ നമുക്ക് ഈ അടുത്തിടെ നമ്മുടെ മനസ്സിലേക്ക് തട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം എടുക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു ആ മേഴഞ്ചാൻ തൊട്ടിലെ ജോയിയുടെ മരണം. ആ ജോയിയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജോയി എന്ന് പറയുന്നത് പുറം ലോകം അറിഞ്ഞിട്ടുള്ളൊരു മരണം മാത്രമാണ്. നിരന്തരമായിട്ട് ഈ തോട്ടിപ്പണിയിൽ ഏർപ്പെട്ട് മരണമടയുന്ന ഒട്ടനേകം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മളിപ്പോഴും ജാതിയും മതവും ഒക്കെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പോലും പ്രത്യക്ഷത്തിലും ഇപ്പോൾ നമുക്ക് ജാതി കാണുന്നതിന് വേണ്ടി കഴിയും മൊത്തത്തിൽ. പക്ഷേ എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ജാതി ചിന്തകൾ വെച്ചുകൊണ്ട് തന്നെ ഇന്ന തൊഴിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ പോകണം എന്നുള്ള ചില നിർബന്ധ ബുദ്ധിയ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയും. അതുമാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു പ്രവണത നമുക്കാർക്കുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വലിച്ചെറിയുക, നമ്മുടെ തീട്ടം വല്ലവനും കോരട്ടെ എന്ന് പറഞ്ഞിട്ട് പൊതുയിടങ്ങളിലേക്ക് ഇടുന്ന ഒരു മനോഭാവം മൊത്തത്തിൽ ഉണ്ട്. ആ മനോഭാവത്തിനെയും ആ കുമിച്ചു കൂട്ടുന്ന മാലിന്യ കൂമ്പാരത്തിൻ്റെ ഇടയിലേക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് ഈ മനുഷ്യരുടെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലേക്ക് പോകുന്ന ജീവൻ നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കഥയാണ് പറയുന്നത്. ഈ പണിയിടത്തിലെ പ്രശ്നങ്ങളാണ് പറയുന്നത്. ഈ ജാതി വ്യവസ്ഥയാണ് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു നാടകം.